റിപ്പോർട്ടർ ബ്രേക്കിംഗ് നൗ. എറണാകുളത്ത് കോൺഗ്രസിൽ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയായിട്ടും വിമതശല്യം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് നേതാക്കൾ. കീഴ്മാട്, നെല്ലിക്കുഴി, പുല്ലുവഴി ഡിവിഷനുകളിൽ കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമാണ്. കോർപ്പറേഷനിൽ മത്സരിക്കുന്ന പ്രധാന കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾക്കെല്ലാം വിമത സ്ഥാനാർത്ഥികളുമുണ്ട്. DCC അധ്യക്ഷനെതിരെയും എതിർപ്പ് രൂക്ഷമാണ്. അർഹിച്ച പരിഗണന കിട്ടിയില്ലെന്ന് LDFൽ CPIയും പരാതി ഉയർത്തുന്നുണ്ട്. സജോ ദേവസ്യ എത്തുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് സജോ ദേവസ്യ. ഇതിപ്പോൾ ജയിക്കാൻ സാധ്യതയുള്ളയിടത്തൊക്കെ വിമതന്മാരിറങ്ങി ആ ജയസാധ്യത ഇല്ലാതാക്കുമോ എന്നുള്ള ഒരു ടെൻഷനിലാണോ എറണാകുളം DCC? സുജയ, UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ശക്തിയുള്ള ഒരു ജില്ല എന്ന് പറഞ്ഞാൽ അത് എറണാകുളമാണ് എന്ന കാര്യത്തിൽ പൊതുവേ തർക്കങ്ങളില്ല. നമുക്കറിയാം കണക്കുകൾ. പക്ഷേ പതിവിന് വിരുദ്ധമായി കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു, വലിയ ഗ്രൂപ്പ് പോരുണ്ടാകുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തന്നെ പനമ്പള്ളി നഗർ ഡിവിഷനാണ്, കൊച്ചി കോർപ്പറേഷന്റെ. അവിടെ തന്നെ നേരത്തെ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥി പട്ടികയിൽ അല്ലെങ്കിൽ പരിഗണനാ ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന ആൾ തന്നെ ഇവിടെ മാലിനി കുറുപ്പ് തന്നെ വിമത സ്ഥാനാർത്ഥിയായി രംഗത്ത് വരുന്നു. അങ്ങനെ വിവിധ ഡിവിഷനുകളിൽ 35-ാം ഡിവിഷൻ ഒഴികെ വിമത സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്ന കാര്യത്തിൽ പോലും കാര്യമായൊരു ഇടപെടൽ നടത്താൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നു എന്ന വിമർശനം ആഭ്യന്തരമായി തന്നെ ഉന്നയിക്കപ്പെടുന്നു. എന്ന് മാത്രമല്ല, കീഴ്മാട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ വിവിധ ഡിവിഷനുകൾ പരിശോധിക്കുകയാണെങ്കിൽ, പുല്ലുവഴിയാണെങ്കിൽ, അങ്ങനെ വിവിധ ഡിവിഷനുകൾ, നെല്ലിക്കുഴി ഉൾപ്പെടെ ഡിവിഷനുകളിൽ ഏകപക്ഷീയമായി DCC പ്രസിഡന്റ് തീരുമാനമെടുക്കുന്നു എന്ന വിമർശനം ഉണ്ടാകുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം ഈ കോർപ്പറേഷനിൽ, അതായത് ഇപ്പോൾ നിലവിൽ കൊച്ചി കോർപ്പറേഷൻ LDF ആണ് ഭരിക്കുന്നത്, അതിലേക്ക് നയിച്ച രാഷ്ട്രീയ സാഹചര്യം അന്നൊരു രാഷ്ട്രീയ കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൂട്ടായ്മ എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു. അങ്ങനെ V4 കൊച്ചി എന്ന കൂട്ടായ്മ ഉണ്ടാക്കുന്നു. അവർ ഉയർത്തിയ വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ LDFന് രാഷ്ട്രീയമായി ഗുണം ചെയ്തത് എന്നത് കാണണം. അങ്ങനെ UDFന്റെ വോട്ടുകളെ ചോർത്താൻ അന്ന് ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. അത് LDFന് ഗുണം ചെയ്തു. അങ്ങനെ LDFന് അവിടെ ഭരണമുണ്ടാകുന്നു. അത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ ഇപ്പോഴത്തെ സാഹചര്യവുമായി പരിഗണിക്കുകയാണെങ്കിൽ ഇത്രയും വലിയ വിമത ഭീഷണിയെ യഥാർത്ഥത്തിൽ പരിഹരിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ്. ഇതിൽ പ്രധാനമായും നേരത്തെ അത് ബെന്നി ബെഹനാൻ MPയെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാവ് A ഗ്രൂപ്പിന് പരിഗണന കിട്ടിയില്ല എന്ന വിമർശനം ആഭ്യന്തരമായി ഉന്നയിക്കുകയും അത് പരിഹരിക്കാൻ ചേർന്ന യോഗത്തിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു എന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലത്തും സീറ്റ് നിർണ്ണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കൊച്ചി കോർപ്പറേഷനാകട്ടെ, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലാകട്ടെ, സാമുദായിക സമവാക്യം കൃത്യമായി പാലിക്കാൻ കഴിയുന്നില്ല, ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നു തുടങ്ങിയ വിമർശനങ്ങൾ അവർ ഉന്നയിക്കുന്നു. അത് പരസ്യമായല്ല. പലപ്പോഴും A ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണത്തിന് കീഴ്മാട് ഡിവിഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ PA മുക്താറിനെ ഏകപക്ഷീയമായി DCC പ്രസിഡന്റ് തീരുമാനിക്കുന്നു. അവിടെ മറ്റൊരാളുടെ പേര് നിർദ്ദേശമായി തന്നെ. അതെല്ലാം പരിഹരിച്ച് ഒന്നിച്ചിറങ്ങാൻ കഴിയുമോ? അതാണ് ചോദ്യം. താങ്ക് യു. സജോ ദേവസ്യാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.